नारियल का लड्डू बनाओ चलो. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ ബംഗാളി സുഹൃത്തിനെ നിങ്ങളെല്ലാം കണ്ടല്ലേ. അപ്പോൾ ആൾ പറഞ്ഞ് ഇന്ന് ലഡു ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ നാളെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ലഡു ഉണ്ടാക്കി തരാമെന്ന് ഇങ്ങനെ കുറേ ദിവസം എന്നോട് പറയാൻ. ലഡു പിന്നെന്താണ് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സാധനമില്ലേ, ആലുഷ്യത്ത്, അതുണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം പെട്ടെന്നാണ് പോക്ക് തീരുമാനിച്ചത്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു നമുക്ക് ലഡു ഉണ്ടാക്കാമെന്ന്. അപ്പം സാധനമൊക്കെ ആയിട്ട് ആളിപ്പം വരും കേട്ടോ. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ബംഗാളിയിലെ ലഡു ഉണ്ടാക്കുന്നതെന്ന്. സാധനമൊന്നുമില്ല, ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണ് കൊണ്ടുവന്നത്. കാണിച്ചു. चीनी है, ये दोनों मिक्स करके लड्डू. नारियल का लड्डू बनाओ चलो. ഇങ്ങനെ സുഹൃത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന വെള്ളമൊക്കെ നമ്മൾ കുടിക്കുക. ഇതൊക്കെയാണ് നമ്മളെ പണി. നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല മധുരം ഉണ്ടാവും. ആ 2 തേങ്ങ ഇതേപോലെ ചിരകി എടുക്കണം കേട്ടോ. കുറച്ച് പണിയുള്ള ടാസ്ക്കുള്ള പണിയാണ്. എന്തായാലും ഒരു ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ചെയ്യാതൊക്കെ, പിന്നെ വേണ്ട ഞാൻ ചെയ്തോണ്ട് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി കഴിഞ്ഞ് लड्डू सिंपल, कुछ भी नहीं है. वो इलाच, दूध का पाउडर कुछ भी नहीं है. वो सिंपल. एक नारियल की चीनी कितना चाहिए? 10 चम्मच. നമുക്ക് ഈ ഭാഷ അറിയാത്തതുകൊണ്ട് ചമ്മച്ചാലൊക്കെ ആയിപ്പോണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണോ മധുരം അതിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. അതായത് നമ്മൾ അത്യാവശ്യം മധുരം കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് കൂടുതൽ മധുരം ഇടാം. ഒരു മുഴുവനായിട്ടുള്ള തേങ്ങക്ക് 10 സ്പൂൺ, നമ്മളെ വലിയ സ്പൂണിനാണെങ്കിൽ 10 സ്പൂണെങ്കിലും വേണമെന്നാണ് പറയുന്നത്. 10 വലിയ സ്പൂൺ കേട്ടോ. അത്യാവശ്യം മധുരം വേണം. നമ്മളാകെ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. തേങ്ങക്ക് നന്നായിട്ട് ഇങ്ങനെ ഞരണ്ടി ഇങ്ങനെ എടുക്കണം. സോയനെ ഉറക്കിയിട്ടായിരുന്നു ഈ പരിപാടിക്ക് തന്നെ, പക്ഷെ സോയ ഉറക്കത്തുനിന്ന് എണീച്ച് കുഴച്ച് ഉപ്പാട് ഇറങ്ങും കേട്ടോ. കുഴക്കാന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ അടുത്തെങ്കിലും നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള ഒരു പാത്രം കേട്ടോ. കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കി എന്നിട്ട് തീ കത്തിച്ച് വെക്കുക. എന്നിട്ട് അതിൽ ചൂടായോ അങ്ങനെ കൈ വെച്ചിട്ട് അടുത്ത വെള്ളമൊക്കെ പോയിട്ട് അത് ചൂടായി വരില്ല. ഒരുപാട് ചൂടാവണ്ട, എന്നാലും ചൂടായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോയി എന്ന് കണ്ടാൽ നമ്മുടെ ഈ തേങ്ങൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ പഞ്ചസാരയും കൂടി മിക്സാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇളക്കണം കേട്ടോ. നമ്മൾ വിട്ടു പോവുകയേ ചെയ്യരുത്, അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കൈ വിടാതെ ഇങ്ങനെ കുറച്ച് നല്ലോണം ഇതിൻ്റെ കളർ ചേഞ്ചായി വരും വരെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ ടൈമിൽ നന്നായിട്ട് ഇളക്കുന്ന ഈ ഒരു ടൈമിൽ നല്ല സ്മെല്ല് വരും കേട്ടോ. തേങ്ങ ഇങ്ങനെ വറുത്ത് വരുന്ന നല്ലൊരു മണം വരും. അടിപൊളിയാണ്. നമ്മളെ നോമ്പിനൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ പായം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ തേങ്ങ ചെയ്യല്ലോ, ആ ഒരു സ്മെല്ല് വരും. പിന്നെ നമ്മളിത് ചെയ്തിട്ടോ ഈ ഒരു കളറാകുമ്പോൾ നല്ലൊരു മുരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി അത് ചൂടോടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള സാധനമാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക, എന്നിട്ട് കൈ നനച്ചിട്ട് നമുക്കിങ്ങനെ ബോളാക്കട്ടെ. നല്ല ചൂടാണ്, നല്ല ചൂട് തന്നെ ആക്കണം. ഇങ്ങനെ അമർത്തി അത് ലഡു ആക്കി എടുക്കണം കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തില്ല അതിൽ തൊട്ട് നമുക്ക് ചെയ്യാം, അല്ലാതെ ചൂടാറിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നല്ല ചൂട് തന്നെ ചെയ്തെടുക്കണം, എന്നാലേ ഇതിങ്ങനെ ഉരുണ്ട് ഉറച്ച് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു കളിക്കും. ചൂടാറിക്കഴിഞ്ഞാൽ ഈ തേങ്ങ തന്നെ നമുക്ക് എടുത്തിങ്ങനെ ഉരുട്ടിയെടുക്കൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂട് തന്നെ ചെയ്യാം. പിന്നെ കൈ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരൂല കേട്ടോ. जब ठंडा हो जाएगा, अच्छा, ये घर में
एक सप्ताह बॉक्स में അതായത് രമണ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ ഇത് കേടുപെടാതെ നിൽക്കുന്ന കേടൊന്നാവാതെ നല്ല 10 ദിവസം വരെ നമുക്കിത് ഉണ്ടാക്കി വെക്കാമെന്നാട്ടോ പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഉണ്ടാക്കൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ എന്ന്. യാ അള്ളാ നല്ല ചൂടുണ്ട്. ഇത് കയ്യിൽ വെള്ളമാക്കിയതല്ല കേട്ടോ, ഇതിൽ നിന്നും എണ്ണ ഇറങ്ങുന്നതാണ്. നല്ല എണ്ണ ഉണ്ട് പറഞ്ഞാൽ നല്ല എണ്ണ ഉണ്ട് കേട്ടോ, നല്ല ഓയിലി ആയിട്ടാണ് ഇതുള്ളത്. അപ്പം നമുക്ക് സംഭവം ചൂടുകൊണ്ട് ഞാനങ്ങ് വെച്ചെന്നേ ഉള്ളൂ. എൻ്റെത് റെഡി ആവായിട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. ഞാനതിങ്ങനെ ശരിയാക്കി വരും. നമ്മളിത് അറിയേണ്ടത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. ഇതിങ്ങനെ അമർത്തുന്നതിനനുസരിച്ച് ഇതിന്നിങ്ങനെ ഓയിലിങ്ങനെ ഇറങ്ങി വരും കേട്ടോ. എൻ്റെത് എന്തോ ചെറുതായി പോട്ടെ, സാരമില്ല, നമുക്ക് അടുത്ത നല്ല വലുതായിട്ട് ഉണ്ടാക്കാം. നല്ല ചൂടുണ്ട് പറഞ്ഞാൽ നല്ല ചൂടുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ. പിന്നെന്താ വെള്ളത്തിൽ ഇങ്ങനെ കൈ വെച്ച് നമുക്കിങ്ങനെ ചൂട് പോക്കിയെടുക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല, എനിക്ക് ഇത്ര ചൂട് സഹിച്ചൂടാ. പിന്നെ എന്നോട് പറഞ്ഞു നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലഡ്ഡു ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-14 ലഡ്ഡു ഉണ്ട് കേട്ടോ. പിന്നെ ആളെന്നെ ഇതൊക്കെ ഉണ്ടാക്കിയ പാത്രവും കാര്യങ്ങളൊക്കെ കേക്ക് വെക്കാം. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, പക്ഷെ ആൾ പറഞ്ഞ് കേക്ക് വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ലഡ്ഡു ഉണ്ടാക്കി ഞാൻ അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തെറിച്ചെന്ന് പറയാം. എല്ലാത്തിനും നെഗറ്റീവ് കാണുന്ന ഒരു സമൂഹത്തിലായതുകൊണ്ട് പറഞ്ഞു. അപ്പം നമ്മളെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. ഇതാ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ലഡ്ഡുവാണ്. നമ്മളല്ല, ഇയാൾ ഉണ്ടാക്കി തന്ന ലഡ്ഡുവാണ്. കഴിക്കൂ സഹോദരി, ഇത്ര ഉണ്ടാക്കിയതല്ലേ, കഴിക്കൂ. बहुत टेस्टी അച്ഛാ ഹേ. നമ്മളെ മാതാശ്രീനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒന്ന് കഴിച്ചു നോക്കിയമ്മ. തിന്നു കഴിഞ്ഞിട്ട് പറയമ്മ. അച്ഛ ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി ചൂടുണ്ടോ മുഖത്ത് വെച്ച് പരീക്ഷിക്കുന്നു സോയാബീൻ. എങ്ങനെയുണ്ട് സോയ? നമ്മൾ ഇനി ഇതൊന്ന് തിന്നോക്കാലോ എങ്ങനെയുണ്ട്. നമ്മൾ ചെറുതാകുമ്പോൾ നോമ്പിന് കടികൾ ഉണ്ടാക്കുമ്പോൾ അതിന് തേങ്ങ വരി തിന്നൂലേ, പയനിറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളിയായിട്ടുണ്ട്. 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളും ട്രാവൽ വ്ളോഗും ഒക്കെ എൻ്റെ ചാനലുണ്ട്. അതൊക്കെ പോയി കാണും വേണം കേട്ടോ. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ. കഴിച്ച് ഇത്രയായി ഗൈസ്. കണ്ടോ, നമുക്ക് 1-ലും 2-ലൊന്നും നിർത്താൻ പറ്റൂല. ഞാനിതിപ്പോൾ 2ാമത്തെ കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളിയാണ്.